വരുന്ന ആളുകൾ പ്രത്യേകിച്ച് കോളേജ് പിള്ളേരെ ടാർഗറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അതായത് അവർക്കറിയാം അവർക്ക് പൈസയ്ക്ക് വേണ്ടി ആവശ്യമുണ്ട്. കാരണം ബാംഗ്ലൂർ പോലെ സിറ്റി ജീവിക്കാൻ എക്സ്ട്രാ പൈസയ്ക്ക് വേണ്ടി നല്ല ഡിമാൻഡ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമുക്കറിയാവുന്ന കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ, നമ്മുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, അങ്ങനെ ഒരുപാട് പേര് ബാംഗ്ലൂർ പഠിക്കാനും ജോലിക്കും ഒക്കെ ആയിട്ട് വരുന്നുണ്ടാവും. അവരെങ്ങനെയാണ് MDMA അതുപോലുള്ള മയക്കുമരുന്നിന്റെ കാരിയേഴ്സ് ആവുന്നത്? യൂസ് ചെയ്യുന്ന കാര്യമാണ്, അല്ലെങ്കിൽ ഏത് ഡ്രഗ്സിന്റെ കാരിയർ ആവുന്നെങ്കിലും ഭയങ്കര എളുപ്പമുള്ള കാര്യമാണ്. അത് ഞാൻ എൻ്റെ ഒരു ലൈഫിൽ നടന്ന ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറയാം. ഞാൻ ബാംഗ്ലൂരിൽ എൻ്റെ ഫസ്റ്റ് ജോബ് കിട്ടി. ഞാൻ ബാംഗ്ലൂർ എത്തി ഒരു 2013-14 ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ് ഡെലിവറി ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അതൊരു സാമൂഹിക പ്രതിബദ്ധതയുടെ ഒരു മെസ്സേജാണ്. നമ്മുടെ കുട്ടികൾ ബാംഗ്ലൂർ, നമുക്കറിയാവുന്ന കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ, നമ്മുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, അങ്ങനെ ഒരുപാട് പേര് ബാംഗ്ലൂർ പഠിക്കാനും ജോലിക്കും ഒക്കെ ആയിട്ട് വരുന്നുണ്ടാവും. അവരെങ്ങനെയാണ് MDMA അതുപോലുള്ള മയക്കുമരുന്നിന്റെ കാരിയേഴ്സ് ആവുന്നത്? യൂസ് ചെയ്യുന്നതല്ല, കാരിയേഴ്സ് ആവുന്നത്. നമ്മൾ പേപ്പറിൽ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. MDMA ട്രാൻസ്ഫർ ചെയ്തതിന് പിടിച്ചു, ഒരു കോളേജുകളിലെ പയ്യനെ പിടിച്ചു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ബാംഗ്ലൂർ പോലുള്ള സിറ്റിയിൽ MDMAയുടെ കരിയർ ആവുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു എളുപ്പമുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഏത് ഡ്രഗ്സിൻ്റെ കരിയർ ആവുമെന്നെങ്കിലും ഭയങ്കര ഒരു എളുപ്പമുള്ള കാര്യമാണ്. അത് ഞാൻ എൻ്റെ ഒരു ലൈഫിൽ നടന്ന ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറയാം. ഞാൻ ബാംഗ്ലൂരിൽ എൻ്റെ ഫസ്റ്റ് ജോബ് കിട്ടി. ഞാൻ ബാംഗ്ലൂർ എത്തി ഒരു 2013-14 നമ്മൾ ആ സമയത്ത് ഞാൻ ഒരു ദിവസം വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു. ബസ്സിലായിരുന്നു പോകുന്നത്. നമ്മുടെ ബാംഗ്ലൂർ മടിവാള എന്ന സ്ഥലത്തു നിന്നാണ് നമ്മുടെ ബസ്സുകൾ കിട്ടുന്നത്. കേരളത്തിലേക്ക് പോകാനുള്ള ബസ്സുകൾ നമ്മൾ ബുക്ക് ചെയ്ത് അവിടെയാണ് ബോർഡ് ചെയ്യുന്നത്. അവിടെ ബസ് ബോർഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ നമുക്ക് അവിടെ നല്ല ക്രൗഡായിരിക്കും. ഈവനിങ് ഫ്രൈഡേസിലൊക്കെ ഭയങ്കര ക്രൗഡായിരിക്കും. ഫുൾ മലയാളികളെ കൊണ്ട് ക്രൗഡായിരിക്കും. അപ്പം നമ്മളവിടെ എൻ്റെ അടുത്ത് ഒരാൾ വന്ന് അപ്രോച്ച് ചെയ്യാണ്. എൻ്റെ അടുത്ത് ആദ്യമേ കാഷ്വലായിട്ട് വന്ന് വെറുതെ കാര്യങ്ങളൊക്കെ ചോദിച്ചു, ഒരു ഫ്രണ്ട്ലി മൂഡ് ഉണ്ടാക്കുന്നു. എന്നിട്ട് എന്താണ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അപ്പം എന്നിട്ട് ചോദിക്കുന്നു, എനിക്ക് കേരളത്തിലോട്ട് കൊച്ചിയിലേക്ക് എനിക്കൊരു പാക്കറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, അത് പോവാണോ, ഒന്നും കൊടുത്തേക്കാമോ, എനിക്കത് കൊണ്ടുപോകാനുള്ള പ്രയാസം കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന് പോകുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു റീസൺ പറയട്ടെ. അപ്പോൾ നിങ്ങളിത് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പൈസ തരാം, അല്ലെങ്കിൽ ഒരു 2000 രൂപ എന്തെങ്കിലും ഒരു പൈസ ഓഫർ ചെയ്യും. അപ്പം നമ്മൾ ആ പൈസ വാങ്ങി നമ്മൾ ആ പാക്കറ്റ് കൊച്ചിയിൽ ബസ്സിൽ വെച്ച് ഫ്രണ്ട് വന്ന് കളക്ട് ചെയ്തോളും എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് പാക്കേജ് എന്ന് അവർ പറയില്ല. പക്ഷേ ഇൻഡയറക്ട്ലി നമുക്ക് മനസ്സിലാവും എന്താണ് സാധനം എന്ന്. അപ്പം എൻ്റെ അടുത്തൊന്ന് വന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇല്ല ചേട്ടാ, താല്പര്യമില്ല എന്ന് പറഞ്ഞു മാറി. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഇൻസിഡൻറ്റ് ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മൾ ബസ് കയറാൻ നിൽക്കുമ്പോൾ ഇതുപോലെ ആളുകൾ വന്നിട്ടുണ്ടാവും. ഇപ്പം എനിക്കറിയില്ല. ഇപ്പം ഞാനങ്ങനെ ഇപ്പം കൂടുതൽ ഞാൻ ട്രെയിനും അങ്ങനെയാണ് കൂടുതൽ പോകാറുള്ളത്. അപ്പം ഒരുപാട് നമ്മുടെ അടുത്ത് വരുന്നു. അതായത് വരുന്ന ആളുകൾ പ്രത്യേകിച്ച് കോളേജ് പിള്ളേരെ ടാർഗറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. അതായത് അവർക്കറിയാം അവർക്ക് പൈസയ്ക്ക് വേണ്ടി ആവശ്യമുണ്ട്. കാരണം ബാംഗ്ലൂർ പോലെ സിറ്റി ജീവിക്കാൻ എക്സ്ട്രാ പൈസയ്ക്ക് വേണ്ടി നല്ല ഡിമാൻഡ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് അറിയാം. അപ്പോൾ ഇങ്ങനെ വരുന്നു. അപ്പോൾ വരുന്നവർ നല്ലൊരു ഫോമിലായിരിക്കും. അതായത് നല്ലൊരു ഡ്രസ്സിങ്, ഡ്രസ്സിങ്ങും അവർ നല്ല സെറ്റപ്പിലാണെന്ന് കാണിക്കാൻ വേണ്ടി നല്ലൊരു ഡ്രസ്സിങ്ങിലും നല്ലൊരു ബൈക്കിലും നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കാൻ വേണ്ടി മാത്രം ഉള്ളവരിലായിരിക്കും. അപ്പോൾ നമുക്ക് തോന്നും, ഓക്കെ, ഇവർക്ക് ഇതെല്ലാം കിട്ടിയത് ഇങ്ങനെ നടന്നിട്ടാണ് എന്ന് നമുക്ക് തോന്നും. നമ്മൾ വിചാരിക്കും ആര് പിടിക്കാനാണ്? ഇപ്പം ഇന്ന് രാത്രി 10 മണിക്ക് നമ്മൾ ബസ് കയറി, രാവിലെ 4 മണിയാകുമ്പോഴത്തേക്ക് എറണാകുളത്തെത്തും. ആര് പിടിക്കാനാണ്? നമ്മൾ ആ പാക്കറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു, 2000 രൂപ കിട്ടുന്നു. നമ്മൾ വൺസ് ഒരു തവണ ചെയ്ത് കഴിയാമെങ്കിൽ നമുക്കും അറിയാം ഇത് എന്തോ ഇല്ലീഗലായിട്ടുള്ള സാധനമാണ്. നമുക്കും അറിയാം. കാരണം പാക്കറ്റിന്റെ സൈസുകൾ അറിയാമല്ലോ. അത് ഇത്രയുള്ള പാക്കറ്റൊക്കെ ആയിരിക്കും, 1-2 ഗ്രാമൊക്കെ ആയിരിക്കും. അപ്പം നമ്മളത് കണ്ടിന്യൂ ചെയ്യുന്നു. ഇത് പിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് എതിരെയുള്ള ഗ്യാങ്ങൾ വേറെ കാണും. നിങ്ങളെ ഒറ്റുമ്പോഴാണ് നിങ്ങളുടെ ബസ് ചെക്ക് ചെയ്യുക, നിങ്ങളെ പിടിക്കാൻ കാര്യങ്ങൾ നടക്കുന്നത്. പിടിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ, പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ ജീവിതം മൊത്തം ജയിലാണ്, അൺബെയിലബിൾ ആയിട്ടുള്ള ഒഫൻസാണ്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ സംഭവങ്ങൾ ബാംഗ്ലൂരിൽ നടക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ കെയർ ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ ബാംഗ്ലൂർ പ്രത്യേകിച്ച് കോളേജിൽ പഠിക്കുന്നുണ്ടെങ്കിൽ, ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അങ്ങനെ ചെയ്യല്ല. കാരണം അവർക്ക് കുറച്ചുകൂടെ പൈസ അവർക്ക് കയ്യിലുണ്ടാവും. കോളേജിൽ പഠിക്കുന്ന കുട്ടികളെ മെയിനായിട്ട് ടാർഗറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോഴും വ്യത്യാസമൊന്നും ഉണ്ടാവുന്നില്ലായിരിക്കാം. കാരണം ഇതിപ്പോഴും നടക്കുന്നുണ്ടല്ലോ. അപ്പം അവരോട് പറയുക, ഇപ്പം എന്തായാലും ഒരു പൈസയ്ക്ക് വേണ്ടി ചെയ്യരുത്. കാരണം നമ്മുടെ ലൈഫാണ് ഫുള്ള് പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്തായാലും ഇന്ന് അല്ലെങ്കിൽ നാളെ പിടിക്കപ്പെടും. ഇങ്ങനത്തെ ഒരുപാട് ഗ്യാങ്, MDMA ആയിക്കോട്ടെ, അല്ലെങ്കിൽ കഞ്ചാവ് ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അല്ലെങ്കിൽ ഇല്ലീഗൽ ഡ്രഗ്സ് ആയിക്കോട്ടെ, ഇങ്ങനത്തെ ഒരുപാട് കരിയേഴ്സിന് അവർക്ക് ആവശ്യമുണ്ട്. ഒരുപാട് കുട്ടികളെ അവർക്ക് കരിയേഴ്സായിട്ട് ആവശ്യമുണ്ട്. ഒരുപാട് പേര് നോക്കുന്നുണ്ട്. ഇതെൻ്റെ റിയൽ ലൈഫിൽ നിന്നുള്ള കാര്യമാണ്. അപ്പോൾ എനിക്കത് കറക്റ്റ് അറിയാൻ പറ്റും. കാരണം നമ്മുടെ മുമ്പിൽ അവർ വരുന്ന അപ്പിയറൻസ് അങ്ങനെയാണ്. നല്ലൊരു കിടിലൻ ലുക്ക് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇവർ നല്ലൊരു പോഷ് ലൈഫ് ജീവിക്കുന്നവരാണെന്ന് നമുക്ക് തോന്നും. നമ്മുടെ നാട് വന്ന് സംസാരിക്കുന്നു, കുറച്ചൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കുന്നു, എന്നിട്ട് പതുക്കെ പറയുന്നു എനിക്കൊരു പാക്കറ്റ് ഉണ്ട് എന്ന് പറയുന്നു. അപ്പം ഒരുവിധം
പാവങ്ങളല്ലാത്ത ഒരു എല്ലാവർക്കും മനസ്സിലാവും ഈ പാക്കറ്റ് എന്താണെന്ന് മനസ്സിലാവും. അപ്പം ഏതെങ്കിലും പാവങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ, അറിയാതെ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അവൻ്റെ പോവും, അല്ലെ അറിഞ്ഞുകൊണ്ട് പർപ്പസ്ഫുള്ളായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി റെഡിയാക്കുന്ന കുട്ടികളുണ്ട്. ഈ ഇവരുടെ ലൈഫൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്കും ഇതുപോലെ ലൈഫുകൾ കിട്ടും, പൈസ ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ തോന്നുന്നുണ്ടാവും. അപ്പോൾ ഒന്ന് ഷെയർ ചെയ്യുക. ഒരു കമ്മിറ്റ്മെൻറ്റ് വേണ്ടിയാണ്, ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഫ്രണ്ട്സ് എല്ലാം ഉണ്ട്, ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ചാനൽ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ബാംഗ്ലൂരെ കുറിച്ചുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസോ IT കുറിച്ചുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ പറയുന്നുണ്ട്. ചാനൽ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയ്ക്ക് ഒരു കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് ഇതുപോലെ നല്ല വീഡിയോസ് മുമ്പോട്ട് ചെയ്യാൻ വേണ്ടി ഒരു പ്രചോദനമായിരിക്കും. അപ്പം സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. നമ്മുടെ ചാനലിൽ ഫ്രീക്വൻ്റ് ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അത് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. അപ്പം സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ, സൈനിങ് ഓഫ്.